പാലക്കാട് എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്നലെയാണ് പൂളക്കുന്ന് ഉന്നതിയിൽ താമസിക്കുന്ന അറുമുഖനെ കാട്ടാന ആക്രമിച്ചത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണുണ്ടായത്. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നേക്കും. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും ചേരുന്നത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് എപ്പോഴാണ് അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക? ഒപ്പം തന്നെ ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാരുടെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുക? എപ്പോഴാണ് ആ ചർച്ച? ക്രിസ്റ്റീന, ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്നലെ ഈ കാട്ടാന ആക്രമിച്ച് അറുമുഖനെ കൊലപ്പെടുത്തിയ ആ പ്രദേശത്താണ് ഞാനുള്ളത്. ഈ മേഖലയാണിത്. അതായത് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കടൂർ എസ്റ്റേറ്റ്, എളമ്പളേരി എസ്റ്റേറ്റ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെമ്പ്ര എസ്റ്റേറ്റ്. ഇതിൻ്റെ ആ മോൾഭാഗത്ത് ഒരു വനമേഖലയുണ്ട്. ആ വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ ഇറങ്ങി താഴേക്ക് വരുന്നത്. താഴേക്ക് വന്ന ശേഷം ഇത് റോഡാണ്. ഈ റോഡ് എന്ന് പറയുന്നത് നേരെ തൊട്ടപ്പുറത്ത്, അതായത് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് ഈ പൂളക്കുന്ന് ഉന്നതി എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്തേക്ക് നടന്നു പോവുകയായിരുന്നു അറുമുഖൻ. അദ്ദേഹത്തെ കാട്ടാന ഇവിടേക്ക് താഴേക്ക് എത്തി ആക്രമിച്ച് ഇതുവഴി താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം കൊണ്ടുവന്നിരുന്ന പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം കൊണ്ടുവന്ന, അതായത് മേപ്പാടിൽ നിന്നാണ് അദ്ദേഹം വന്നിരുന്നത്. അദ്ദേഹം ഇത് തേയിലത്തോട്ടത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന ഈ സാധനങ്ങൾ അരി അടക്കമുള്ള സാധനങ്ങളാണ്. അത് പഴം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളാണ്. കടല ഉൾപ്പെടെയുള്ളവ ഇതിനകത്തുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ, ഒരു സങ്കടകരമായ കാഴ്ചയാണ്. വീട്ടിലേക്ക് വന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കടന്നിരുന്ന സ്ഥലം ഈ ഭാഗമാണ്. ഇവിടെ ഒരു ചെരുപ്പ്, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് മൃതദേഹം. അതായത് ആന ഈ റോഡിൻ്റെ സമീപത്ത് നിന്ന് അദ്ദേഹത്തെ വലിച്ച് കുടഞ്ഞെറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ നിന്ന് നേരെ പോയത് താഴേക്കാണ്. താഴെ എല്ലാം തന്നെ ജനവാസ മേഖലയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെമ്പ്ര പീക്കിൻ്റെ, അതായത് ചെമ്പ്ര മലയുടെ തൊട്ട് താഴ്വാരത്താണ് ഈ പ്രദേശം എല്ലാം തന്നെ ഉള്ളത്. തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ളത്. ഇവിടെയാണ് ഈ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഈ വിഷയം, അതായത് ഇങ്ങനെ ഒരു സംഭവം നമ്മളെ വിളിച്ചറിയിച്ചത് വിഷ്ണു എന്ന് പറയുന്ന ഇവിടുത്തെ ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. വിഷ്ണു ഇന്നലെ വളരെ വൈകാരികമായി, വളരെ സങ്കടത്തോടു കൂടിയാണ് വേഗം നമ്മളോട് ഇവിടേക്ക് എത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുക. നമ്മൾ പൊടുന്നനെ ഏറ്റവും ആദ്യം എത്തിയ മാധ്യമ സംഘത്തിൽ നമ്മളാണ് ഉണ്ടായിരുന്നത്. നമ്മളാണ് ഏറ്റവും ആദ്യം ഇവിടെ എത്തുന്നത്. ആ വിഷയം കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. വിഷ്ണു വളരെ വൈകാരികമായി പ്രതികരിച്ചത്. നിങ്ങളത്, അതായത് നിങ്ങൾ കണ്ടു പിരിഞ്ഞേ ഉള്ളൂ അവിടുന്ന്? ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഒരു 5 മണി മുതൽ ഒരു 7:30 വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. 7:45 മൂപ്പര് അവിടെ നിന്ന് പോയിരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ തികച്ചായിട്ടില്ല. മൂപ്പര് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ പോലും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ ഇവർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ആന കരയുണ്ട്, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഫുൾ തെരഞ്ഞു, താഴെന്ന് മുതൽ മുകളിൽ വരെ തെരഞ്ഞു. ഇവർ കംപ്ലീറ്റ് തെരഞ്ഞു. പിന്നെ ഇവർ വണ്ടി എടുത്ത് മുകളിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വന്ന് എടുത്തു. പിന്നെ അതേപോലെ തന്നെ മൂപ്പര് ഇന്ന് രാവിലെ ഒരു നമ്മളടുത്ത് അത്രയും വൈരാഗ്യമായി പിന്നെ നമ്മളൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിരിഞ്ഞതാണ്. എന്തായാലും വളരെ ദുഃഖകരമായ അവസ്ഥ. ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള കൃഷ്ണേട്ടൻ അടക്കമുള്ള ആളുകൾ, അതായത് ഉന്നതിയിലെ ആളുകളാണ് ഇവിടെയുള്ളത്. ഈ കൃഷ്ണേട്ട, ഇപ്പം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കിടക്കുക, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് എന്താണ് അതിനകത്ത്? അതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തട്ടെ. പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞിട്ട് അത് മറവ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്താ തീരുമാനം എടുക്കാം. എന്താണ് നമ്മുടെ ആവശ്യം? എന്താണ് ആവശ്യം? ഇത് തന്നെ നമ്മൾ ഇന്നലെ എന്ത് പറഞ്ഞു, അത് തന്നെയാണ് ആവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കണ്ടേ? ആകെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നേരം അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ആളിതിൽ വരുന്ന ഇരുട്ടത്ത് വരുന്ന കണ്ണ് കാണൂല. വഴി അടുത്തെത്തിയിട്ടാരും കാണാം. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. രാത്രികളിലൊക്കെ ഭയങ്കര പ്രയാസമാണല്ലോ. രാത്രിയിലൊക്കെ മിഞ്ഞന്ന് ഇവിടുന്ന് കണ്ട് 2 ദിവസം 3 ദിവസമായിട്ടുള്ളൂ ഇവിടെ ഇരുന്ന് കണ്ട്. പിന്നെ അതേപോലെ പിറ്റേ ദിവസം ഇവിടെ നമ്മളെ വെള്ളക്കുഴിൻ്റെ അടുത്ത് കണ്ട്. അത് 4 മണിക്ക് കാരണം നമ്മൾ വെള്ളക്കുഴിൻ്റെ അടുത്താണ്, പൈപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ ഞാൻ പൈപ്പിൽ വെള്ളമില്ല, കയറിപ്പോയി നോക്കുമ്പോൾ ആന നിൽക്കുന്നത് വെള്ളക്കുഴിൻ്റെ അടുത്ത്. നമ്മളിവിടെ തന്നെ താമസക്കാരല്ലേ, അത് നമ്മൾ മാത്രമല്ല, ഇവിടെ പുറത്ത് എത്ര ആൾക്കാർ താമസിക്കുന്നത്. ഈ കുന്നിറങ്ങിയ നേരെ പോകുന്നത് താഴോട്ടേക്കാണ്. അതും ജനവാസമാണ്. നമ്മൾ ഈ താഴ്ഭാഗത്തും ജനവാസമാണ്. ഈ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആൾക്കാർ താമസിക്കുമ്പോൾ ഈ കുന്നിൽ ഇറങ്ങുന്നതൊക്കെ ഇങ്ങോട്ടേക്ക് തന്നെയാണ്.
ഇത് വേറെ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു സുരക്ഷ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കട്ടെ. അത് ഇന്ന് എന്തെങ്കിലും ഒരു ചെയ്തിട്ട് അനേനെ ഒരു ഇത് ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു കടങ്കിലോ മറ്റെന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവരതിൽ തിരിച്ചു വിടട്ടെ. ഫോറസ്റ്റിൻ്റെ റൈറ്റ് അതല്ലേ. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് ആനേനെ ആട്ടിക്കയറ്റിട്ടുണ്ടെങ്കിൽ കോളനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. പിന്നെ എന്താ അവരെന്താ പറയുക, അത് കോളനിക്കാരൻ നോക്കിക്കോളും. നമ്മളെന്താ കോളനിക്കാരെന്താ മനുഷ്യനല്ല. എന്തായാലും ഇത് അവർ വളരെ വൈകാരികമായി തന്നെ സംസാരിക്കുന്നു. ഈ ആ ഉന്നതിയിലുള്ള ആളുകളാണ്, ഈ പുളക്കുന്ന് എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ആളുകളാണ്. ഈ ചേച്ചിമാരും ഇവരൊക്കെ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ സംഭവം അത് വളരെ വലിയ രീതിയിലുള്ളൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ അട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ആദിവാസിയായിട്ടുള്ളൊരു മനുഷ്യനെ കാട്ടാന കൊന്നിട്ട് അധിക കാലമായിട്ടില്ല. ഈ ആറുമുഖൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇവിടെ 50 വർഷം മുമ്പ് ഇവിടേക്ക് എത്തിയ ആളാണ്. തമിഴ്നാട് സ്വദേശിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇവിടേക്ക് എത്തി അളമ്പളേരി എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. 30 വർഷക്കാലം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. 30 വർഷത്തോളം ആ എസ്റ്റേറ്റിൽ തൊഴിലാളിയായി റിട്ടയർ ചെയ്തു. ഇതിനിടയിലാണ് ഈ പൂളക്കുന്നിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസം തുടങ്ങുന്നത്. 2 മക്കൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. 2 മക്കളും തമിഴ്നാട്ടിലാണുള്ളത്. അങ്ങനെ ആണ് ഇവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഭാര്യ ഏതാനും വർഷം മുമ്പ് മരിച്ചിരുന്നു. ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അദ്ദേഹം ഇവിടെ നിന്നും ഈ സാധന സാമഗ്രികളെല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം വാങ്ങി അങ്ങോട്ടേക്ക് നടക്കുകയായിരുന്നു. ആ നടക്കുന്ന ഘട്ടത്തിലാണ് കാട്ടാന പൊടുന്നനെ വന്ന് ആക്രമിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. എരുമക്കൊലി എന്ന് പറയുന്ന പ്രദേശം നിരന്തരം ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യം നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഇന്നലെ വനംവകുപ്പ് DFOയുമായി നമ്മൾ അവസാന ഘട്ടത്തിൽ സംസാരിച്ചതാണ്. DFO അജിത് കെ രാമൻ പറഞ്ഞത് ഈ മയക്കുവെടി വെക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. പക്ഷേ കുങ്കിയാനകൾ ഇറക്കി ഒരു ഡ്രൈവ് നടത്താൻ കഴിയും, കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കഴിയും. ആ ഒരു ദൗത്യം നടപ്പിലാക്കുമെന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഈ മയക്കുവെടി വെക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ കളക്ടർ തലത്തിലുള്ള ഉന്നതതല യോഗമടക്കം ചേരേണ്ടതുണ്ട്. അങ്ങനെ ചേർന്ന ശേഷം ഇന്നലെ തന്നെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ ഈ ആനയെ മയക്കുവെടി വെക്കുന്ന തരത്തിലുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങണം എന്നുള്ള ആവശ്യം വന്നിരുന്നു. പക്ഷേ അതിനോട് എന്ത് തരത്തിലുള്ള നിലപാടാണ് ഉണ്ടാവുക? പ്രത്യേകിച്ച് CCFും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരുമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരിക. ആനകൾ നിരന്തരമുണ്ട്. ഒരാനയല്ല, പല ആനകളും ഈ മേഖലയിൽ വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപം. ക്രിസ്റ്റീന. സുർജിത്തെ, ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഇതൊരു ആളെ കൊല്ലി ആനയാണെന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യം ആനയെ പിടികൂടുക, അത് എങ്ങനെ വേണം എന്ന കാര്യത്തിലൊരു ചർച്ചയാണല്ലോ. നാട്ടുകാരുടെ ആവശ്യം മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുക എന്നതാണല്ലോ. ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനൊരു സാധ്യത? അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രാഥമികമായ ചർച്ചകൾ ഇതിനു മുൻപ് നടന്നിരുന്നു? മൃതദേഹം ഇന്നലെ മാറ്റിയിരിക്കുന്നത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ്. താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ, അത് മാറ്റാൻ അനുമതി നാട്ടുകാർ നൽകിയത് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ഉന്നതിയിൽ നിന്ന് ആളുകളെല്ലാം തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യം ഈ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അത്രയും വലിയ ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് രാത്രി നടക്കുമ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണത്തിന് വിധേയമാകുമോ, മറ്റു വന്യമൃഗങ്ങൾ ആക്രമിക്കുമോ എന്നുള്ള ഉള്ള ഭയം ഈ ആളുകളെ സംബന്ധിച്ച് ഉണ്ട്. അമ്മ ഇവിടെ ഉള്ള ആളല്ലേ, എന്താണ് ഈ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്താണ് അയാളുടെ വീട്. അയാളെ എന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് തന്നെ സങ്കടമാണ്. പിന്നെ ഞങ്ങൾ സ്വന്തം ആൾക്കാരെ പോലെ ഞങ്ങൾ അവർ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇപ്പം അറിയാതെ ഇപ്പം ഞങ്ങൾ മേപ്പാടി പോയിട്ട് വരുന്നത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവർ വരുന്നത് ഞമ്മക്കറിയില്ലല്ലോ. അപ്പോൾ ആന തട്ടിയത് പിന്നെ ഇവർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലുള്ളവരാണ് വന്ന് നോക്കിയത്. കാണാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ വന്ന് മുറ്റത്ത് കൂടെ ഒക്കെ വന്ന് പോകും. രാത്രി പേടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾ പേടിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇവരെല്ലാം തന്നെ അയൽവാസികളായിട്ടുള്ള ആളുകളാണ് ക്രിസ്റ്റീന. ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പുളക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇറങ്ങി വന്ന ആളുകളാണ്. കാരണം തൊട്ടടുത്ത് തന്നെയാണ്, ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ഉന്നതി വരുന്നത്. അവിടെയാണ് ഈ ആളുകളെ സംബന്ധിച്ച് രാത്രികളിൽ സഞ്ചാരം പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ഈ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പതിവുണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ആളുകൾ ആശങ്ക പങ്കുവെക്കുന്നുമുണ്ട്. ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ പോലും എസ്റ്റേറ്റുകളുടെ തുടർച്ചയാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം. എസ്റ്റേറ്റുകളുടെ ഒരു തുടർച്ച തന്നെ, നമുക്ക് ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാൻ കഴിയും.
ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ചെമ്പ്രമലയ്ക്ക് താഴെയുള്ള പ്രദേശമാണിത്. തൊട്ട് താഴെ തന്നെയാണ് ചെമ്പ്രമലയുടെ ആ പ്രദേശത്താണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് എന്ത് തരത്തിലുള്ള യോഗമാണ്, എന്ത് തരത്തിലുള്ള നിലപാടാണ് ഈ സർക്കാരും അതോടൊപ്പം വനംവകുപ്പും ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു നയപരമായ തീരുമാനം തന്നെ എടുക്കേണ്ടി വരും. നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഇടപെടൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം DFO തലത്തിൽ തീരുമാനിക്കേണ്ടതല്ല ഈ മയക്കുവെടി വെക്കുന്ന കാര്യം. അത് CCFും അതിന് മുകളിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ നിസ്സഹായാവസ്ഥയാണ് DFO ഇവിടെ പങ്കുവച്ച കാര്യവും അതുതന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു കൃത്യമായ രീതിയിലുള്ള തീരുമാനം, അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടേക്ക് ഈ കുങ്കിയാനകളെ കൊണ്ടുവരാനും അതുവഴി ഈ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനും ഉള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൻ്റെ ഈ മേഖല എന്ന് പറയുന്നത് കുറച്ച് തൊട്ടപ്പുറത്ത് ഉൾക്കാടാണ്, അതിനപ്പുറം കടൂർ എസ്റ്റേറ്റാണ്. കടൂർ എസ്റ്റേറ്റിൻ്റെ അപ്പുറത്ത് അതിനോട് ചേർന്ന് തന്നെ എളമ്പളേരി എസ്റ്റേറ്റ് ഉണ്ട്. ഇതിനെല്ലാം തന്നെ ഇടയിൽ വനവുമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ വനമേഖലയിലാണ് ഈ കാട്ടാനകൾ തമ്പടിക്കുന്നതും അത് താഴേക്ക് കടന്നു പോകുന്നതും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. എന്തായാലും ഇനി വേണ്ടത് നടപടികൾ തന്നെയാണ്. ആ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. സുർജിത്, അത് തന്നെയാണ് ഈ നടപടികൾ ഇക്കാര്യത്തിലൊക്കെ നമ്മൾ കൂടുതലായി ഫോളോ ചെയ്യുന്നതാണ്. അതിൽ DFOയ്ക്ക് തനിച്ച് ഒരു തീരുമാനം എടുക്കാനാവില്ല. അതിൽ CCFിൻ്റെതടക്കം അനുമതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കളക്ടറുമായി ചേരുന്ന ഈ യോഗത്തിൽ തന്നെ ഇക്കാര്യങ്ങളിൽ ആരൊക്കെയാണോ തീരുമാനമെടുക്കേണ്ടത്, ആരിൽ നിന്നൊക്കെയാണോ അനുമതി നേടേണ്ടത്, അവരിൽ നിന്നൊക്കെ അനുമതി നേടാനും എത്രയും പെട്ടെന്ന് തന്നെ ഈ ചർച്ച തീരുമ്പോൾ തന്നെ ഒരു പരിഹാരം കാണാൻ ഉള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? 11 മണിയോടുകൂടി ആണ് സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാറുള്ളത്. പക്ഷേ അതിന് മുമ്പേ ഈ യോഗം ചേരുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതായത് DFOയുമായി നമ്മൾ രാവിലെ ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്ത് തരത്തിലുള്ള നിലപാടാണ് ഉണ്ടാവുക എന്നുള്ളതിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ CCF തലത്തിൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്. മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഏത് തരത്തിൽ, അതിന് കൃത്യമായൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പാലിച്ചു വേണം, ആ നടപടികൾ പാലിച്ചു വേണം, നടപടിക്രമങ്ങൾ പാലിച്ചു വേണം ആ നടപടിയിലേക്ക് കടക്കാൻ. അപ്പോൾ മയക്കുവെടി വെക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കുങ്കിയാനകളെ ഉപയോഗിച്ച് അങ്ങനെ ഒരു ഡ്രൈവിന് പറ്റുന്ന ഒരു ടെറൈനും അല്ല ഇത്. ഭൂമിശാസ്ത്രപരമായി ഇത് ഇങ്ങനെ ചെങ്കുത്തായ മലനിരകളുണ്ട്, തൊട്ടടുത്ത് കാടുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഇത് പ്രായോഗികമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഒരു ഡ്രൈവ് നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും ഇതിനകത്ത് ഒരു കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ, എന്താണ് വനംവകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച്, അതായത് ഈ ഉന്നതിയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ കുറച്ച് കുടുംബങ്ങൾ, മൊത്തം ഇപ്പോഴുള്ളത് 17 കുടുംബങ്ങളാണ്. 17 ആദിവാസി കുടുംബങ്ങളുണ്ട്. ഇദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അങ്ങനെ 17 18 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഉന്നതിയാണിത്. അവിടെയാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടേക്കുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്.